ശ്രീ പി എം ആർ ഷോ, എൻ്റെ ഒരു ചോദ്യം, ഇപ്പോൾ ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ പഞ്ചായത്തിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നമ്മുടെ ഒരു സേഫ്റ്റി അവബോധം, സുരക്ഷാ അവബോധം എത്ര ദുർബലമാണെന്ന് മനസ്സിലാവും. ഞാനിതിപ്പോൾ ഈ പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തുകയല്ല, മൊത്തം നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഈ ക്ലാസ് മുറികൾ അധ്യയന യോഗ്യമാണോ എന്ന പരിശോധിക്കാനുള്ളൊരു ചെക്ക് ലിസ്റ്റ്, അതിന് കതവും ജനലും ഉണ്ടോ, അതിൻ്റെ സൂപ്പർ സ്ട്രക്ചർ എങ്ങനെയാണ്, ഫൗണ്ടേഷൻ ബേസ്മെൻറ്റ് ഉറപ്പാണോ, അതുപോലെ തടി കൊണ്ടുള്ള മരപ്പണികൾ എങ്ങനെയാണ്, റൂഫ് എങ്ങനെയാണ്, ഫ്ലോറിങ് എങ്ങനെയാണ്, പിന്നെ മിസലേനിയസ്, ഇനി മേജർ ഡിഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത് നമ്മുടെ സേഫ്റ്റി, സുരക്ഷയെക്കുറിച്ചുള്ള ഒരു കെട്ടിടത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യാവലി അതിൽ അവസാനിക്കുകയാണ്. ഇങ്ങനെയൊക്കെ മതിയാവുമോ? കാരണം നമ്മളിപ്പോൾ എത്ര അപകടങ്ങൾ കാണുന്നു, അപ്പോഴും ഈ സിസ്റ്റം മാറ്റേണ്ടതുണ്ട്. ഇതൊന്നും അല്ല സേഫ്റ്റി എന്നൊരു ബോധം ഭരണകൂടത്തിന് വരാത്തത് എന്തുകൊണ്ടാണ് ആർഷോ? ഇല്ല ജിംസ്, അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ ദൈനംദിന സുരക്ഷ എന്നുള്ളതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അധ്യയന വർഷ ആരംഭത്തിൻ്റെ ഘട്ടത്തിൽ 2 മാസം അടച്ചു കിടന്നതിന് ശേഷം, 2 മാസത്തോളം പരിപൂർണമായും അടച്ചു കിടന്നതിന് ശേഷം റീഓപ്പൺ ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അതിനകത്തേക്ക് 2 മാസത്തിനിപ്പുറം വിദ്യാർത്ഥികൾ കയറി വരുന്ന ഘട്ടത്തിൽ അവിടെ ഉണ്ടാകേണ്ടുന്ന സുരക്ഷാ മുൻകരുതലുകളുമായി ബന്ധപ്പെട്ട് അതിൽ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളുണ്ട്. അതിനകത്ത് നമുക്കറിയാം, 2 മാസം അടച്ചുപൂട്ടപ്പെട്ട് കടന്നു കഴിഞ്ഞാൽ വലിയ തോതിൽ കാട് മൂടിപ്പിടിച്ച് കിടക്കാനുള്ള സാധ്യത ഉണ്ട്, ഇഴജന്തുക്കൾ കടന്നു കയറാനുള്ള സാധ്യത, ഇത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധ്യയന വർഷ ആരംഭത്തിൽ, ഇപ്പോൾ കഴിഞ്ഞ മെയ് മാസത്തിൽ ഒരു സർക്കുലർ പുറത്തുവിട്ടത്. ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പരാമർശിക്കുന്നുണ്ടായിരുന്നു. ആ സർക്കുലർ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും, വിവിധ മേഖലകളിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വൈവിധ്യമാർന്ന സുരക്ഷാ പ്രശ്നങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ പരിശോധന സ്കൂൾ ക്യാമ്പസുകൾ റീഓപ്പൺ ചെയ്യുന്ന ഘട്ടത്തിൽ ഉണ്ടാകണമെന്ന് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പ്രതിപാദിച്ചു പോകുന്നുണ്ട്. അത് വെള്ളക്കെട്ടുകളുമായി ബന്ധപ്പെട്ട്, സ്കൂളിലുള്ള കിണറുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആ പരിസര പ്രദേശങ്ങളിലെ കുളങ്ങളെ സംബന്ധിച്ച്, നേരത്തെ ഈ ഇൻസിഡൻറ്റിൽ ഉണ്ടായതുപോലെ തന്നെ വൈദ്യുതി കമ്പികളുമായി ബന്ധപ്പെട്ട്, ട്രാൻസ്ഫോമറുകൾ സ്ഥിതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തുടങ്ങി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വിവിധ മേഖലകളിൽ സ്കൂൾ റീഓപ്പണിങ്ങിൻ്റെ ഘട്ടത്തിൽ പരിശോധന നടത്തേണ്ടുന്നത്, എവിടെയെങ്കിലും അപാകതയുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെ വളരെ സമഗ്രമായി സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക്, പ്രധാന അധ്യാപകർക്കൊക്കെ വളരെ കൃത്യമായിട്ടുള്ള സർക്കുലറുകൾ നൽകുകയും അത് നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ആ ഘട്ടത്തിലാണ് ഇതിൻ്റെ പല ലെയറിൽ പോരായ്മ സംഭവിച്ചു എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ പ്രിൻസിപ്പളെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വലിയ അപാകത ഉണ്ടായിട്ടുണ്ട്, വലിയ പോരായ്മ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് അവർ ഒരു തവണ KSCBക്ക് കത്ത് കൊടുത്തു എന്ന് പറയുന്നു. അവിടെ അവർ അവസാനിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ജീവന് ഹാനികരമാം വിധം ഇങ്ങനെ ഇലക്ട്രിക് ലൈൻ അവിടെ കിടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ഘട്ടത്തിൽ പോലും അവരതിനകത്തൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുന്നില്ല. KSCBയെ സംബന്ധിച്ച് KSCBയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ഏറ്റവും ഇത്തരത്തിലൊരു വിവരം ലഭ്യമാകുന്ന ഘട്ടത്തിൽ തന്നെ വളരെ ഇമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യേണ്ടുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനം ആക്ട് ചെയ്യുന്നതിനകത്ത് പോരായ്മ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്ത് ഓരോ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിലും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടുന്ന, പരിശോധന നടത്തേണ്ടുന്ന സംവിധാനമാണ് ഈ പറഞ്ഞ പോലെ പഞ്ചായത്ത് സംവിധാനങ്ങൾ. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഈ നിലയ്ക്കുള്ള ഒരു സംവിധാനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എത്രയോ വലിയ വിരോധാഭാസമാണ്. അപ്പൊ സ്വാഭാവികമായും പല തലങ്ങളിൽ ഇതിനകത്ത് പോരായ്മ ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇത് കുറെ കൂടി ജിംസ് ചോദ്യത്തിൽ ഉന്നയിച്ചതുപോലെ ഇത്രയും പരിശോധന മതിയോ എന്ന് ചോദിച്ചാൽ പോരാ. ഇത്രയും പരിശോധന പോരാ, കൂടുതൽ സമഗ്രമാകേണ്ടതായിട്ടുണ്ട്. അവസാനത്തെ വിദ്യാർത്ഥിയുടെയും അവസാനത്തെ മനുഷ്യരുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന നിലയിലേക്ക് കുറെ കൂടെ ഗൗരവ സ്വഭാവത്തിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതിനകത്ത് ആ തലങ്ങളിലേക്ക് സ്വാഭാവികമായും ഈ ഒരു ഘട്ടത്തിൽ ചർച്ച മുന്നോട്ട് പോകട്ടെ എന്ന അഭിപ്രായത്തോട് ഞാനും യോജിക്കുകയാണ്. അപ്പൊ ഈ വിധത്തിൽ ഒരു കാര്യം, ഇതിപ്പോൾ എല്ലാവർക്കും സ്വീകാര്യമായ, ഒരു പക്ഷേ ഈ പാനലിലുള്ള എല്ലാവർക്കും സ്വീകാര്യമായ നിർദ്ദേശമാണ്. പക്ഷെ പ്രശ്നം അവിടെയല്ല. കഴിഞ്ഞ 9.5 വർഷമായി പിണറായി വിജയൻ സർക്കാർ അവിടെ ഭരിക്കുകയാണ്, LDF സർക്കാർ ഭരിക്കുകയാണ്. ഇപ്പോൾ വെടിക്കെട്ടപകടം ഉണ്ടാകുമ്പോൾ എൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ പറയുകയാണ്, സംസ്ഥാനത്തെമ്പാടും ഫയർ ഓഡിറ്റ് നടത്തും എന്ന് പറയുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആ തീപിടുത്തം ഉണ്ടായപ്പോഴും
എല്ലാ ആശുപത്രികളിലും ഫയർ ഓഡിറ്റ് നടത്തുമെന്ന് പറയുന്നു. ഈ ഫയർ ഓഡിറ്റ് നടക്കാറുണ്ടോ? കുറഞ്ഞ പക്ഷം ഒരു മോക്ക് ഡ്രില്ലെങ്കിലും ആശുപത്രിയിൽ നടന്നിട്ടുണ്ടോ? എത്ര കെട്ടിടങ്ങൾ നമ്മുടെ സർക്കാർ ആശുപത്രിയിലെ കെട്ടിടങ്ങൾ തകർച്ചയിലാണ്, അതിൻ്റെ ഒരു ഓഡിറ്റ് എടുത്തിട്ടുണ്ടോ? അപ്പോൾ ഇതിങ്ങനെ പ്രഖ്യാപിച്ചു പോവുകയാണ്. അപ്പോൾ ഈ സിസ്റ്റം പ്രശ്നമാണെങ്കിൽ, ഈ സിസ്റ്റത്തിന് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ബാധ്യത ഭരണകൂടത്തിൻ്റെതാണ്. ഇനി 5, 6, 7, 8 മാസമേ ഉള്ളൂ. ഇനി ഈ സിസ്റ്റം എപ്പോൾ നന്നാക്കാനാണ്? അതിന് എവിടെയാണ് നേരം?